പല ഉമ്മമാരും വിചാരിക്കുന്നത് 40-50 വയസ്സായാലും കുഴപ്പമില്ല, ഞാനങ്ങ് വൈറ്റ് വാഷ് അടിച്ച് എൻ്റെ കെട്ടിയോനങ്ങ് സന്തോഷിച്ച് ആർമാദിക്കൂന്നാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു ഭംഗിയുള്ള റോസാപ്പൂ അത് ഒരു ഘട്ടം കാണാൻ നല്ല രസമുണ്ടാവും, 10 പ്രാവശ്യം കാണാൻ രസമുണ്ടാവും, 100 പ്രാവശ്യം കണ്ടാലും റോസാപ്പൂ ഒരു 200ാമത്തെ വട്ടം റോസാപ്പൂ അതേ റോസാപ്പൂ എന്നെ കാണുമ്പോൾ ഇത് കുറേ കാലമായി കണ്ടിട്ട്, ഇത്ര കാലമായി കാണാൻ തോന്നുന്നു, കണ്ട സംഭവമല്ലേ എന്ന് പറയും. ആ റോസാപ്പൂവിൻ്റെ മേലെ കുറേ വൈറ്റ് റെഡ് പെയിൻ്റ് അടിച്ച് കറുത്ത പെയിൻ്റ് അടിച്ച് അതിന് ഷെയ്ഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഈ കണ്ട സംഭവമല്ലേ ഇതിൻ്റെ മേലെ പുട്ടിയടിച്ചതല്ലേ എന്ന് പറയും. അതേസമയം റോസാ പുഷ്പത്തെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എത്ര കാലായാലും മടുക്കൂല. ആ ഫ്ലവറിൻ്റെ ഭംഗിയല്ല സ്നേഹിച്ചത്, ആ പുഷ്പത്തെയാണ്, അതിൻ്റെ സത്തയാണ്. ഇതാണ് ജീവിതം നിലക്കാൻ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അല്ലാതെ മുഖഭംഗി മുഖശേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കുന്ന ഒന്നല്ല, അല്ലേ? കാലാകാലം നിലനിൽക്കുന്ന ഒന്നല്ല. വയസ്സാകുന്നതിന് അനുസരിച്ച് ഇതെല്ലാം നഷ്ടപ്പെടും, മുഖത്തിൻ്റെ ഷേപ്പ് ഔട്ടാകും, ശരീരത്തിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അവിടെ ഭർത്താവിൻ്റെ പ്രണയവും സ്നേഹമൊക്കെ ഇഷ്ടപ്പെടണം, അത് വിടാതെ കൂടെ നിൽക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മൂപ്പരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പുറത്തെ പുതിയാപ്പിള അടിപൊളി, മറ്റേ പുതിയാപ്പിള അടിപൊളി, ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പുതിയാപ്പിളമാരൊക്കെ അടിപൊളി, വാട്സാപ്പ് സ്റ്റാറ്റസ് കാണും എന്തോരു നല്ല ഭാഗ്യം ചെയ്ത മോളാണ്, ഓൾ അങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു, പുര നിറക്കാതെ അങ്ങോട്ട് ലോകം മൊത്തം കറക്കുന്നു. എൻ്റെ പുതിയാപ്പിള എന്നൊന്ന് ബീച്ച് പോലും കൊണ്ടുപോയിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഭർത്താവിനെ ടെൻഷൻ അടിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തേക്ക്. വളരെ വളരെ സീരിയസ് ആയിട്ട് പറയാൻ, നിങ്ങൾ ഇൻസ്റ്റയിലും അവിടെയും ഇവിടെ യൂട്യൂബിലും കപ്പിൾസ് അതൊന്നും ഏറ്റവും നല്ല ലൈഫാണെന്നൊന്നും കരുതണ്ട. നിങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് എനിക്ക് സങ്കടം മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധയായ ഒരു കപ്പിൾസ് വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവരെനിക്ക് മെസ്സേജ് അയച്ച്, ഞാൻ ഒരുപാട് വേദിയിൽ അവരെ സമ്മതത്തോടെ തന്നെ പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട്, കാര്യം പറയാനെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പെണ്ണിനെ അറിയാമോ? അറിയാം, കാണാറുണ്ട്. ഉമ്മാനെയും ചോദിച്ചു, എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയുണ്ട്, ഓക്കും ഞാൻ വിളിച്ചു, അവളും പറഞ്ഞു ഞാൻ അറിയും, എനിക്കറിയുന്ന ആളാണ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബിലും എല്ലായിടത്തും ഫേമസ് ആയൊരു പെൺകുട്ടി. അവരെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ തുറന്നു നോക്കി, സുബ്ഹാനല്ലാഹ്, കരഞ്ഞിട്ട ഓരോ വോയിസുകളും. പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആർമാദിച്ച് ആനന്ദിച്ചിട്ടുള്ള വീഡിയോ കാണാൻ. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര കരയാൻ? നിങ്ങളുടെ വീഡിയോയിൽ ഭയങ്കര രസമുള്ള ജീവിതമാണല്ലോ, ലോകം മൊത്തം കറങ്ങുന്നു, പല മനോഹരമായ അവസ്ഥകളാണല്ലോ കാണുന്ന ആളുകൾക്ക്. ഓരോ കൊളാബറേഷനുകൾക്ക്, ഓരോ വീഡിയോകൾക്ക് ഒരുപാട് പൈസ ലഭിക്കുന്നതല്ലേ, പ്രമോഷനുകൾക്ക് പൈസയാണ് ഉസ്താദേ, ധാരാളം പൈസ കിട്ടുന്നതാണ്. അതുകൊണ്ട് അഭിനയമാണ്, ഉള്ളു കത്തുകയാണ്, ഉള്ളു കരയുകയാണ് ഉസ്താദേ. പുതിയാപ്പിളയുടെ അവിഹിതം കാരണം മനസ്സ് പൊരിയുകയാണ്, കത്തുകയാണ്. മക്കളായി പോയില്ലേ, പലതും വിചാരിച്ചു കൂടെ നിൽക്കുകയാണ്. സമാധാനമില്ലേ, ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞ് മെസ്സേജ് വിടുകയാണ്. അപ്പൊ കാഴ്ചയിൽ എല്ലാവർക്കും ഭയങ്കര രസമായിരിക്കും. നമ്മൾ കാണും മറ്റൊരു കപ്പിൾസിന്റെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ ജീവിതം കൊള്ളാം, എൻ്റെ കെട്ടിയോന് വല്ലാത്തൊരു മയന്തനാണ്, ഒന്നിനും പറ്റാത്ത ആളാണ്, ഒന്നും കരുതണ്ട. നിങ്ങൾ ഉഷാറാണെന്ന് വിചാരിക്കുന്ന കുടുംബത്തിൽ അവർക്കേ അറിയുള്ളൂ അവരുടെ വേദന. കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സങ്കടം പറയുന്ന ആളുകൾ അറിയാം, വളരെ മനോഹരമായി ലൈഫ് പുറത്ത് കാണിക്കുന്നവരാണ്, പക്ഷെ ഉള്ളു കത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി രാവിലെയും വൈകുന്നേരവും വരെ അധ്വാനിക്കുന്ന, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്ഥാനത്ത് മറ്റൊരാളെ മനസ്സുകൊണ്ടും ചിന്തിക്കാത്ത, അവിഹിതം ഇല്ലാത്ത നല്ലൊരുത്തനുണ്ടോ? തുള്ളിച്ചാടിക്കോളി. അതാണ് സമാധാനം എന്ന് പറയുന്നത്. വലിയ കൊട്ടാരം അത് ഇട്ടേച്ചു പോകാനുള്ളതാണ്. കൊട്ടാരത്തിലിരുന്ന് കരയുന്ന ഒരു 55-കാരി ഉമ്മാടെ കഥ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സുബ്ഹാന റബ്ബി. അപ്പോൾ വലിയൊരു കൊട്ടാരം കെട്ടിയവൻ ഉണ്ടാക്കി തന്നില്ലല്ലോ, അതാണ് ജീവിതം എന്നൊന്നും കരുതണ്ട. അതൊക്കെ കൊട്ടാരം കിട്ടിയ ഒരു മാസം കഴിഞ്ഞാൽ മനസ്സിലാവും, പഠിച്ചവനത് അടിച്ചു മാറാൻ പോലും പറ്റുന്നില്ലല്ലോ. അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്, വലിയ കൊട്ടാരാണ്, ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ കൊട്ടാരങ്ങളിലിരുന്ന് കരയുന്ന 100 കണക്കിന് പേരുണ്ട്. അതാണ് പുതിയാപ്പിളിൻ്റെ ഏറ്റവും വലിയ കടമ, കൊട്ടാരം ഉണ്ടാക്കി തരലാണ്. ബെൻസ് കാറിൽ പറപ്പിക്കലാന്നൊന്നും കരുതണ്ട. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഓരോ ചൂരും മനസ്സിലാക്കി, നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരുത്തനാണോ, ഖലാസ്, അത് ഭാഗ്യമാണ്, മഹാസൗഭാഗ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി രാവിലെ അധ്വാനിക്കാൻ പോകുന്ന ഒരുത്തനാണോ, അത് സൗഭാഗ്യമാണ്. അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മീഡിയയിലുള്ള ലൈഫൊക്കെ ഭയങ്കര ലൈഫാണെന്നൊന്ന് തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വേദിയിൽ പച്ചക്കങ്ങളോട് പറയാം. ഒരുപാട് ആളുകൾ ഫേമസ് ആയവർ അല്ലാത്തവരും ഒരിറ്റ് പരിഹാരം തേടിയിട്ട് സുബ്ഹാന റബ്ബി
അപ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവം ലൈഫാണെന്നൊന്നും കരുതണ്ട. അവരോട് ചോദിച്ചാലേ അവരുടെയൊക്കെ ബുദ്ധിമുട്ടറിയുള്ളൂ. നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു കട്ടിലുണ്ട്, രാവിലെ എഴുന്നേൽക്കാനുള്ള അവസ്ഥയുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ ചിന്തിക്കാത്ത ഒരു ഈമാനുള്ളൊരു ഭർത്താവുണ്ട്. ജീവിതം മുക്കാല് വിജയിച്ചു. ഇനി ഈമാൻ കിട്ടി മരിക്കേ വേണ്ടു. അതേ സമയത്ത് ഒന്നൊറ്റയ്ക്ക് ചിന്തിച്ചു നോക്ക്, കൊട്ടാരണ്ട്, പക്ഷേ പുതിയാപ്പിളുടെ മനസ്സിൽ 400 പെണ്ണുങ്ങളാണ്. കൂടെ നിങ്ങളും മനസ്സ് മറ്റൊരിടത്തുമാണ്. എന്ത് രസം ഉണ്ടാവും ജീവിതം? തകർന്നരിപ്പണാവൂലേ? ഒരു രസം ഉണ്ടാകൂല, ഒരു സമാധാനം ഉണ്ടാകൂല. അതുകൊണ്ട് അള്ളാഹു തന്നത് ഖൈറാൻ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭർത്താവിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചു. അല്ലാതെ മൂപ്പരെങ്ങനെ കുറ്റം പറഞ്ഞു മൂപ്പരൊന്നിനും പറ്റാത്തവനാൻ വിചാരിച്ചാൽ ഇതിലും നല്ലൊന്നും കിട്ടാനും പോകുന്നില്ല. ജീവിതം വെറുതെ വേസ്റ്റായി പോകും. ജീവിതം എന്ന് പറഞ്ഞാൽ 1000 കൊല്ലമൊന്നുമില്ല. ആദം നബിൻ്റെ നാട്ടുകാർക്കാണ് 1000 കൊല്ലം, മൂസാ നബിൻ്റെ നാട്ടുകാർക്ക് 300-400 കൊല്ലം, നൂഹ് നബിൻ്റെ നാട്ടുകാർക്ക് 900-1000 കൊല്ലം. നമുക്കൊരു 60-70 ഉള്ളൂ. അതിൽ തന്നെ 25-ാമത്തെ വയസ്സ് പെണ്ണ് കിട്ടിയ 10-25-30 കൊല്ലം അല്ലേ, 40 കൊല്ലം ഖലാസ്. ഒരു ചെറിയ കാലഘട്ടം, അത് തന്നെ കുറേ കഴിഞ്ഞു പോയി. ഇനിയും അടിയും പിടിയും അക്കരപ്പച്ചയും ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവിനേക്ക് അധ്വാനിക്കുന്ന ആളാണ്, ഖലാസ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കട്ടെ എന്നൊരു ചിന്തയോടുകൂടി ജീവിച്ചാൽ ജീവിതം മനോഹരമാകും. അല്ലാതെ അവൻ്റെ ഇവൻ്റെയും ജീവിതം നോക്കണ്ട. ഓല അതിലും വലിയ ഉടായിപ്പായിരിക്കും ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ എന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാ പറഞ്ഞ് മുന്നോട്ട് പോയിക്കും. അങ്ങനാണെങ്കിൽ നിങ്ങളെ ഭർത്താവിൻ്റെ ജീവിതം നല്ലതായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ പുതിയാപ്പിളക്കും എല്ലാവർക്കും ഉള്ള വലിയ പൈസക്കാരാണ്, അത്രയും വലിയ പ്രശ്നങ്ങളായിരിക്കും. ചെറിയ ആളുകൾക്ക് ചെറിയ പ്രശ്നം, ഓരോരുത്തർക്ക് അതിനനുസരിച്ച് ആ പ്രശ്നം ഉണ്ടായ സ്കെയിൽ അങ്ങനെയാണ്. അപ്പോൾ പുതിയാപ്പിൾക്ക് സമ്പത്തില്ല എന്നൊന്നും കരുതണ്ട. സമ്പത്ത് പൊളിഞ്ഞു പോയി, പൊട്ടനായതുകൊണ്ടാണ്. ലോകത്ത് വലിയ പ്രതിസന്ധി വന്ന കോവിഡ് സമയത്ത്, അതിന് മുമ്പത്തെ പ്രതിസന്ധി നിപ്പ വൈറസ്, പല കോലത്തിലും നിങ്ങളുടെ ആണുങ്ങൾ കച്ചവട സമയത്ത് പഠിച്ചോനെ പൂട്ടിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങി എത്ര പേരുണ്ട്. ലക്ഷക്കണക്കിന് രൂപൻ്റെ സാധനം ഇറക്കി സർക്കാർ മുന്നിലും പൂട്ടി വീട്ടിൽ പോയിക്കോളി. കോവിഡ് സമയത്ത് കോടാനക്കോടി രൂപയുടെ നഷ്ടമാണ് കച്ചവടക്കാർക്കുണ്ടായത്. അവിടെയൊക്കെ പാറ പോലെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് വിവാഹം കഴിഞ്ഞ ഭാര്യ എന്ന് പറയുന്നത്. ആ ധർമ്മം നിറവേറ്റിയില്ലെങ്കിൽ അള്ളാഹിൻ്റെ പരലോകം നഷ്ടപ്പെടും. പാറ പോലെ കൂടെ നിന്നോ, വേറെ ഓപ്ഷൻ ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാഷണം ഇവിടെ വൈൻഡപ്പ് ആകും. നിങ്ങളൊക്കെ വളരെ സാഗൂതമാണ് ശ്രവിച്ചത്, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഭാര്യയ്ക്ക് ഇങ്ങോട്ട് മാത്രമല്ല കടമ, ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഇരട്ടി കടമുണ്ട്. അതാദ്യം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കാൻ പറഞ്ഞതൊക്കെ സമാധാനം കൊടുക്കാൻ, അവർക്ക് സന്തോഷം കൊടുക്കാൻ, ചെലവിന് കൊടുക്കാൻ, അവൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്ന ആളുകളാണോ കല്യാണം കഴിച്ചോന്നാണ് പറഞ്ഞത്. മനസ്സമാധാനം ഭാര്യയ്ക്ക് കൊടുക്കൽ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. ദുഃഖം സങ്കടം ഉണ്ടാക്കാൻ പാടില്ല. സ്വഹാബാ, നാളെ പരലോകത്തിലെ ഏറ്റവും മോശപ്പെട്ടവര് അതാരാണെന്നറിയുമോ? നാളെ പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട വിഭാഗം അതാരാണെന്നറിയുമോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വിഭാഗം ആളുകളാണ്. ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ്. രണ്ടാമത്തത് ഷാരിബുൽ ഖംറാണ്. മൂന്നാമത്തത് പരസ്പരം വഞ്ചന ചെയ്ത ഇണകളാണ്.